കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കർഷക സഭയും ഞാറ്റുവേലയും നടന്നു. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചത്. നാട്ടിൻപുറങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കായി ഗുണനിലവാരമുള്ള വിവിധയിനം വിത്തുകളും വിതരണം ചെയ്തു. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി അജയകുമാർ നിർവഹിച്ചു. കൃഷി ഓഫീസർ സൂചിപ്പിച്ച പോലെ ഞാറ്റുവേലയിൽ ഏറ്റവും കേമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തിരുവാതിര ഞാറ്റുവേലയാണ്. അതിലാണ് നമ്മൾ പലപ്പോഴും കുരുമുളക് കൃഷി അടക്കം കൃഷി ചെയ്യുന്ന ഔഷധ സസ്യങ്ങളടക്കം ആ സമയത്ത് എന്ത് വെച്ചാലും അത് പൊട്ടിക്കിളുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഓരോ കൃഷിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ചാമ എന്ന കൃഷിയുമായി ബന്ധപ്പെട്ട് അശ്വതി ഞാറ്റുവേല ഉപയോഗിക്കുന്നു. എള്ളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകം ഞാറ്റുവേല, അതോടൊപ്പം തന്നെ മത്തൻ കുമ്പളം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണി ഞാറ്റുവേല, അങ്ങനെ ഓരോ കൃഷിക്കും അതിനോട് അനുയോജ്യമായ ഞാറ്റുവേലയോട് അനുബന്ധിച്ചുകൊണ്ടാണ് ആ കൃഷികളൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാലാവസ്ഥ വ്യതിയാനവും അതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമാകുന്ന മഴയുടെ അളവ് അനുസരിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ കൃഷിയുമായി മുന്നോട്ട് പോകും. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ റെനി ഫ്രാൻസിസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ നീതു പെരുമാൾ, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.